ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ നീണ്ട് നിവർന്ന് പരന്ന് വിശാലമായി കിടക്കുന്ന ഒരു മഹാസമുദ്രം പോലെ വിശാലമായി കിടക്കുന്ന ഒരു വിഷയമാണ് അത്ഭുതങ്ങൾ എന്ന് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുന്നത് തന്നെ അത്ഭുതങ്ങളുടെ അത്ഭുതം പറഞ്ഞുകൊണ്ടാണ്. എന്താണ്? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും മിണ്ടുകല്ലേ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ സൃഷ്ടി അത്ഭുതങ്ങളുടെ അത്ഭുതമാണ്. ഡാർവിനിസത്തോട് ഒരു വാക്ക് ഞാൻ പറയട്ടെ. ഇതുപോലെയുള്ള സിദ്ധാന്തങ്ങളൊക്കെ പറയുന്ന ആളുകളോട് ഞാൻ ഒരു വാക്ക് പറയട്ടെ. ഈ നിർമ്മിത പ്രപഞ്ചം എന്ന് പറയുന്നത് യാദൃച്ഛികതയുടെ പരിണിത ഫലം അല്ല, മറിച്ച് ഇത് ദൈവത്തിൻ്റെ ഒരു വാക്കിൽ സംഭവിച്ച മഹാത്ഭുതമാണ്. ദൈവത്തിൻ്റെ വചനവും അത് നിമിത്തമുണ്ടാകുന്ന അത്ഭുതവും വലിയ ഒരു പഠനമാണ്. വചനത്തിനും അത്ഭുതത്തിനും തമ്മിലുള്ള പ്രാധാന്യം, ബന്ധം വേദപുസ്തകത്തിലെ ഒരു വലിയ പഠനമാണ്. ഉണ്ടാകട്ടെ എന്നുള്ള ഒരൊറ്റ വാക്കിന്റെ അത്ഭുതമാണ് ഈ നിർമ്മിത പ്രപഞ്ചം. എന്താണ് ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ? ഒറ്റ വാക്കിൽ ഞാനിങ്ങനെ പറയാം. പ്രപഞ്ചം എന്ന് പറയുന്നത് കാണപ്പെടാവുന്നതും കാണപ്പെടാത്തതുമായ വസ്തുക്കളുടെ ഒരു വലിയ സംയോഗമാണ്. നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ഈ പ്രപഞ്ചത്തിലെ വളരെ പരിമിതമായ കാര്യങ്ങളാണ്. എന്നാൽ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് എത്രയോ വലിയ അപരിമേയമായ ഒരു യാഥാർത്ഥ്യമാണ്. ഇതെങ്ങനെയാണ് ഉണ്ടായത്? ദൈവത്തിൻ്റെ ഒറ്റ വാക്കിലാണ്. ഞാനിങ്ങനെ പറയട്ടെ, ബൈബിൾ ആരംഭിക്കുന്നത് ഒരു മഹാത്ഭുതത്തോടു കൂടെയാണ്. തുടർന്ന് നിരവധി അത്ഭുതങ്ങൾ ബൈബിളിൽ നമ്മൾ കാണുകയാണ്. ഒടുവിലായി വെളിപ്പാട് പുസ്തകം. ഒറ്റ വാചകത്തിൽ പറയാനേ നിവർത്തിയുള്ളൂ. 6 മുതൽ 19 വരെയുള്ള അധ്യായങ്ങളിൽ അത്ഭുതങ്ങളുടെ ഘോഷയാത്രയാണ്. ഒന്നിനു പുറകെ ഒന്നായുള്ള അത്ഭുതങ്ങളുടെ ഘോഷയാത്രയാണ്. സഭ എടുക്കപ്പെട്ടതിന് ശേഷം നടക്കാൻ പോകുന്ന അത്ഭുതങ്ങളുടെ സമാഹാരമാണ്. ഒരു മഹാസമുദ്രം പോലെയുള്ള അത്ഭുതങ്ങളാണ് അവിടെ നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. അത്യത്ഭുതമായ ഒരു യാഥാർത്ഥ്യം പറഞ്ഞുകൊണ്ടാണ് ബൈബിൾ അവസാനിക്കുന്നത്. എന്താ? ഇതാ ഞാൻ വേഗം വരുന്നു. യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തിന്റെ മഹാത്ഭുതം പറഞ്ഞുകൊണ്ടാണ് ബൈബിൾ അവസാനിക്കുന്നത്.